നമസ്കാരം. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും ആരോപണങ്ങളുമാണ് ഉയർന്നുവന്നത്. ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹം മറവു ചെയ്തെന്ന ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ വമ്പൻ ട്വിസ്റ്റാണ്. വ്യാജ വെളിപ്പെടുത്തൽ നടത്തിയ ക്ഷേത്രം മുൻ ജീവനക്കാരൻ അറസ്റ്റിലായിട്ടുണ്ട്. തെറ്റായ വിവരങ്ങളും വ്യാജ തെളിവുകളും നൽകിയെന്നാരോപിച്ചാണ് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ നടത്തിയത് വ്യാജ വെളിപ്പെടുത്തലാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇയാളുടെ പേര്, വിവരങ്ങളടക്കം അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട്. CNN ചിന്നയ്യ ആണ് ധർമ്മസ്ഥലയിലെ പരാതിക്കാരൻ. ഇയാൾക്കുള്ള എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും വ്യാജ പരാതി നൽകൽ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇയാളെ അറസ്റ്റും ചെയ്തു. ഇന്ന് പുലരും വരെ ചോദ്യം ചെയ്ത ശേഷം നടപടി. ബെൽത്തങ്ങാടി SIT ഓഫീസിലാണ് ഇയാൾ ഇപ്പോഴുള്ളത്. നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ മറവു ചെയ്തു എന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയായ CN ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിലെ 13 ഇടങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ സാക്ഷി ചൂണ്ടിക്കാണിച്ചു നൽകിയത്. ഇവിടെയെല്ലാം അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിലും വെളിപ്പെടുത്തലിനനുസരിച്ച് ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. 1995, 2014 കാലഘട്ടത്തിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 100ഓളം പേരുടെ മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി ധർമ്മസ്ഥലയിലെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടുവെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കാര്യമായ അന്വേഷണം നടക്കാതായതോടെ ഇയാൾ കോടതിയിൽ നേരിട്ട് ഹാജരായി മൊഴിയും തെളിവും നൽകി. ഈ കാലയളവിൽ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തയാളാണ് പരാതിക്കാരൻ. ഈ കാലഘട്ടത്തിൽ കൊലപാതകം, ലൈംഗിക അതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ ഇരകളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായെന്ന് കാണിച്ച് ജൂലൈ 3 പരാതി നൽകി. ജൂലൈ 11 അദ്ദേഹം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാവുകയും മൊഴി രേഖപ്പെടുത്തുകയും താൻ തന്നെ കുഴിച്ചിട്ടതാണെന്ന് പറഞ്ഞ് അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയുടേതാണെന്നാണ് അയാൾ ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടിൽ ഇത് പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ കള്ളസാക്ഷി പറഞ്ഞതിന് അന്വേഷണ സംഘം അയാൾക്കെതിരെ കേസെടുത്തു. പരാതി നൽകിയത് മുതൽ ഇദ്ദേഹം വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിലായിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് വെള്ളിയാഴ്ച രാത്രിയോടെ ഈ സംരക്ഷണം പിൻവലിച്ചു. ശനിയാഴ്ച അയാളുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. ധർമ്മസ്ഥലയിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ രഹസ്യമായി കുഴിച്ചിട്ടുവെന്ന ശുചീകരണ തൊഴിലാളിയുടെ ആരോപണത്തെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ 17 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഖനനം നടത്തി. ഇതിൽ 6 നമ്പർ സ്ഥലത്തു നിന്നും 11 നമ്പർ സ്ഥലത്തിനടുത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മാത്രം അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനായിരുന്നു. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു: ഞാൻ 1994 മുതൽ 2014 വരെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന് കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നയാളാണ്. കടുത്ത കുറ്റബോധമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ മറവു ചെയ്ത സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ 100 കണക്കിന് മൃതദേഹം എന്നെ വേട്ടയാടുന്നു. പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അവരിലൊരു മൃതദേഹമായി ഞാനും മണ്ണിൽ മൂടപ്പെട്ടു പോയേനെ എന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അതേസമയം സുജാത ഭട്ട് എന്ന സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മകളെ ധർമ്മസ്ഥലയിൽ കാണാതായെന്ന് പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ട് പുതിയ വെളിപ്പെടുത്തലുമായി എത്തുമ്പോൾ അതും കേസിൽ വഴിത്തിരിവായി മാറി. മകളെ കാണാനില്ലെന്ന് പറഞ്ഞത് ഭീഷണിക്ക് വഴങ്ങിയാണെന്നാണ് സുജാത ഭട്ടിന്റെ പുതിയ വെളിപ്പെടുത്തൽ. തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ലെന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് ധർമ്മസ്ഥലയിൽ മകളെ കാണാനില്ലെന്ന് പരാതി നൽകിയതെന്നും അവർ പറഞ്ഞു. സുജാത ഭട്ടിനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തൽ. എന്തായാലും വലിയൊരു സംഭവത്തിനാണ് ഇപ്പോൾ തിരശീല വീണിരിക്കുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും ഇതിനെല്ലാം പിന്നിൽ ആരോ ഒരാൾ പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ആ രീതിയിലും അന്വേഷണം ഇവിടെ വേണ്ടിവരും.